കൊല്ലപ്പെട്ട ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇപ്പോൾ കോടതിയിൽ ഒന്നാം ഘട്ടത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും അത് കൃത്യമായി CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമോ, സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നറിയില്ല. സുപ്രീം കോടതിയിൽ പോകാനാണ് കൂടുതൽ സാധ്യത. അതിന് പല കാരണങ്ങളുണ്ട്. മുൻകാല വിധികളുണ്ട് സുപ്രീം കോടതിയുടെ. കേരളത്തിലെ അനുഭവം എന്താ? കേരളത്തിലെ അനുഭവം വെച്ചാൽ അത് വളരെ കൃത്യമാണ്. CPM-കാർ പ്രതികളായ എത്ര കേസുകളിൽ കേരളത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 8 വർഷമായി? ഇതൊരു കണക്ക് മാത്രം എടുത്താൽ മതി. CPM-കാർ പ്രതികളായ ഒരു കേസിലും ഒരു പ്രതിയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ കേസുകളിൽ. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പോൾ കൃപേഷ് ശരത്ലാലിന്റെ കേസ് നമ്മൾ വന്നു. ആ കേസ് ശിക്ഷിക്കപ്പെട്ടത് CBI അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CBI അന്വേഷിച്ചാൽ എല്ലാ കേസും തെളിയിക്കപ്പെടും എന്നുള്ളത് വേറെ കാര്യമാണ്. ഇപ്പോൾ വാളയാർ പോലെയുള്ള കേസുകളിൽ CBI അന്വേഷിച്ചിട്ടും എവിടെ എത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മഹത്യയാണ് എന്നുള്ളിടത്ത് തന്നെയാണ് CBI ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ പിണറായി സർക്കാരിന്റെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം LDF സർക്കാരിന്റെ പോലീസ് കഴിഞ്ഞ 8 വർഷമായി അന്വേഷിച്ച എല്ലാ കേസുകളും, അത് വാളയാറാണെങ്കിലും വണ്ടിപ്പെരിയാറാണെങ്കിലും അട്ടപ്പാടി മധുവിന്റെ കേസാണെങ്കിലും ഒക്കെ തന്നെ കേസന്വേഷണം വളരെ 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 മോശമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. പ്രതികളിൽ ആരെങ്കിലും CPM-കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രാൻസ്പോർട്ടിലെ യദു എന്ന് പറയുന്ന അയാളുടെ ഒരു കേസുണ്ട്, എന്താണെന്നറിയില്ല. കാഫിർ ഷോട്ടിന്റെ കേസുണ്ട്, അറിയില്ല. ഒരു കേസിലും ശക്തമായി അന്വേഷിക്കുമെന്ന് പറയുന്നല്ലാതെ പ്രതികൾ പാർട്ടിക്ക് CPM ഭരണകക്ഷിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ കേസ് തെളിയില്ല. ഇത് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടി കുടുംബമായ നവീൻ ബാബുവിന്റെ അമ്മയും ഭാര്യയും ഒക്കെ അടക്കം CPM-വുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ. അതുകൊണ്ടാണ് അവര് CBI ഹർജി ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മാറ്റിവെച്ചത്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഹർജി കൊടുത്തത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഹർജി കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് വളരെ വലുതാണ്. കാരണം കേരളത്തിലെ പോലീസിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന പ്രഖ്യാപനമാണത്. ഇനി അതിന്റെ വിധി എന്തോ ആവട്ടെ, ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കേരള പോലീസാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് കേവലമായ ഒരു ആത്മഹത്യാ പ്രേരണ എന്നതിലേക്ക് മാത്രം ഒതുങ്ങുകയും വേറെ ഒരു രീതിയിലും ഇതിന്റെ അന്വേഷണം പോകാതിരിക്കുകയും ചെയ്യും. ഈ അന്വേഷണത്തിന് പല മാനങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഈ പരാതിക്കാരന്റെ പ്രശ്നമുണ്ട്, ഫോൺ വിളികളുടെ പ്രശ്നമുണ്ട്, ഇയാൾ എന്തിനാ പോയി തിരിച്ചു വന്നതെന്നുള്ള പ്രശ്നമുണ്ട്, എന്തുകൊണ്ട് വ്യാധിൽ തുറന്നിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടണമെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ഇതൊന്നും പോലീസിന്റെ അന്വേഷണത്തിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കോടതി പറഞ്ഞിട്ടുണ്ട്, SP നേരിട്ട് അന്വേഷിക്കണം, SP അതിന്റെ റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കണം. ഒക്കെ കേട്ടാൽ വളരെ സുന്ദരമാണ്. കോടതി കൊടുക്കുന്ന റിപ്പോർട്ട് കോടതി എവിടെയെങ്കിലും പരിശോധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാളയാർ കേസിലും എല്ലാ 2 മാസം കൂടുമ്പോഴും CBI അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സീൽഡ് കവർ. അപ്പോൾ ഒരു തമാശയാണ്, നമ്മളാരും കാണില്ലല്ലോ, ഇത് എന്താ കൊടുത്തേക്കണേന്ന് അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായും CBI അന്വേഷിച്ചാൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം CPM-കാർ പ്രതിയായ ഒരു കേസുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ മഞ്ജുഷയ്ക്ക് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കീഴ്ക്കാല വിധികൾ പലതും ഇത്തരത്തിൽ ഇരകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ CBI അന്വേഷണം കൊടുക്കുന്നതിന് തെറ്റില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ്. നടക്കും എന്ന് കരുതുക.